ഫസ്റ്റ് ഡേ എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നിട്ട് മൂന്നാമത്തെ ദിവസം മിഡ് നൈറ്റിൽ ടിക്കറ്റ് കിട്ടിയ സ്റ്റോറിയാണ് കേട്ടോ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു മിഡ് നൈറ്റ് മൂവി ആയതുകൊണ്ട് തന്നെ കാശിക്കൊണ്ട കൊണ്ടുവന്നില്ല കേട്ടോ. അത് മാത്രമല്ല ചെറിയൊരു പനിയുടെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാശിക്കൊണ്ട വീട്ടിൽ ഉറക്കി കിടത്തിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഈ റീൽ ഞാൻ പോസ്റ്റ് ചെയ്ത് കാശിക്കുട്ടൻ കാണുന്നവരെ മാത്രമേ ഉള്ളൂ കേട്ടോ എൻ്റെ ആയുസ്. അവൻ എന്നെ വല്ലയിടത്ത് വെട്ടിക്കൊല്ലും. കാരണം ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് ഈ മൂവി കാണാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതും ടിക്കറ്റ് ബുക്ക് ചെയ്തതും. ലാസ്റ്റ് മിനിറ്റാണ് കാശിക്കുട്ടന് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അവനാണെങ്കിൽ ഫൈറ്റിങ്സ്, ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളാണെങ്കിൽ കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും മൂവി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നേ ഉള്ളായിരുന്നു. ഞാൻ ഒരു മുൻവിധി ഇല്ലാതാണ് കേട്ടോ ഈ മൂവി കാണാൻ വേണ്ടിയിട്ട് വന്നത്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറേ ചാത്തൻ റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒട്ടും കൊള്ളില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. അടിപൊളി മൂവി. ഇന്റർവെല്ലിന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ അടുത്ത രസം. നമ്മൾ ഫുഡ് കോർട്ടിലേക്കാണോ അതോ ഉത്സവപ്പറമ്പിലേക്ക് വല്ലതാണോ ഇറങ്ങിയെന്നുള്ളൊരു സംശയത്തിലായിരുന്നു ഞാൻ. അതുമാതിരി തിരക്കായിരുന്നു. എന്ത് തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു അവിടെ. നമ്മുടെ സ്ക്രീനായിരുന്നു കേട്ടോ ഫസ്റ്റ് ഇന്റർവെൽ ആയത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റി. പക്ഷേ ഒരു ബർഗർ എക്സ്ട്രാ നമ്മൾ സീറ്റിലോട്ട് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് പകരമായിട്ട് 3 ബർഗർ അവർ തിരിച്ചു കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ബർഗറും 2 കോഫിയും വെച്ചിട്ട് കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ മൂവി വിട്ടത്. ഫുഡ് കോർട്ടിൽ നല്ല തിരക്കായതുകൊണ്ട് തന്നെ അവർക്ക് തെറ്റിപ്പോയതാണ് കേട്ടോ. നമുക്ക് ലാഭമായില്ലേ. അപ്പോൾ മൂവിയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ ഫ്രം ദ നെക്സ്റ്റ് വീഡിയോ.